ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഒറ്റയ്ക്കായിരുന്നാലും കരച്ചിലിന്റെ മുമ്പിൽ, കണ്ണുനീരിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവന്റെ അടുത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. രാത്രിയിലെ ഭയമരുത്, പകല് വരുന്ന അസ്ത്രത്തെ ഭയക്കരുത്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഭയപ്പെടരുത്. ഒറ്റയ്ക്ക് നിൽക്കണം, ഭയപ്പെടരുതെന്ന്. കൂരിരുളിന്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരും, ഭയപ്പെടരുത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. പഴയ നിയമത്തിലെ ഏതൊരു ഭക്തന്മാരുടെയും ജീവിതം നിങ്ങൾ എടുത്തു നോക്ക്. സകല ഭക്തന്മാരോടും ദൈവം സംസാരിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് സൂര്യൻ അസ്തമിച്ച ശേഷമാണ്, രാത്രിയുടെ യാമങ്ങളിൽ. ഒന്നുകൂടെ തെളിയിച്ചു പറഞ്ഞാൽ, ദൈവം നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരാലോചന പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തമ്പുരാന്റെ മുഖത്ത് നോക്കിയും അത് പറയാൻ ഭയപ്പെടരുത്. ആമേൻ. ഏത് രാജാവിന്റെ മുഖത്ത് നോക്കിയും ദൈവം നിന്റെ അടുത്ത് ആലോചന തന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ഭയപ്പെടരുത്. നിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സകല ആളുകൾക്കും പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഈ ദേഹത്തെ നശിപ്പിക്കുക എന്നുള്ളതാ. അതിന്റെ അപ്പുറത്ത് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ ഭയപ്പെടരുത്. റോമാലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെയും ഭയപ്പെടരുത്. നാം വിവിധ മേഖലകളിലെ ഭയം കൊണ്ട് നടക്കുന്നവരാണ് ദൈവമക്കൾ. എന്തിൽ ഭയപ്പെടരുത്, എന്തിനെ ഭയപ്പെടണം, ഈ രണ്ട് ചിന്തയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. അപ്പോൾ ദൈവവചനം നമ്മളോട്, വിശുദ്ധന്മാരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. പല നിലയിലുള്ള ഭയമാണ് ദൈവമക്കളെ ഇന്ന് ഭരിക്കുന്നത്. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്ന വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യോബിന്റെ പുസ്തകം 3:25. കണ്ടോ, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. അതുകൊണ്ട് ഭയപ്പെടരുത് ദൈവമക്കളെ. നമ്മൾ ചുമ്മാ ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് വിചാരപ്പെട്ട് പേടിച്ചിരുന്നാൽ ഒടുവിൽ അത് തന്നെ സംഭവിക്കും. അതൊരു ഉപദേശമായിട്ടോ അതിനിപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ള ഉപദേശമായിട്ടൊന്നും അല്ല പറയുന്നത്. പഴയ നിയമത്തിൽ ഒരു ഭക്തൻ തനിക്ക് നേരിട്ടത് ഒന്ന് എഴുതി വെച്ചത് വായിപ്പിച്ചെന്നേ ഉള്ളൂ. അത്രയും കണ്ടാൽ മതി. അല്ല ഇപ്പോൾ പേടിച്ചത് കൊണ്ട് ഇനി അങ്ങനെ തന്നെ വരുമെന്ന് ബൈബിളിലൊരു ഉപദേശം ഒന്നും അങ്ങനെയൊന്നുമില്ല. ഭക്തൻ തൻ്റെ അനുഭവം കുറിച്ച് വെച്ചത് ഒന്ന് റിമൈൻഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ യോബ് പറയാം, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. അതുകൊണ്ട് ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത് ദൈവമക്കളെ. വിവിധ ഭയമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയപ്പെടരുത്. എന്തൊക്കെ നമ്മൾ ഭയപ്പെടരുത്? സങ്കീർത്തനം 91:5 ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 91:5. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. കണ്ടോ, രാത്രിയിലെ ഭയത്തെയും പിന്നെ പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. ജീവിതത്തിൽ കടന്നു വരുന്ന രാത്രിയുടെ അനുഭവങ്ങൾ, ഇരുട്ടിന്റെ അനുഭവങ്ങൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഭയപ്പെടാനില്ല. എന്തുകൊണ്ട്? ഭക്തൻ പറയും, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുന്നില്ല. കാരണം പറഞ്ഞു, നീ എൻ്റെ കൂടെ. രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലിന്റെ ഏക പ്രത്യാശ എന്ന് പറയുന്നത്, എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ. പൗലോസ് പറയാണ്, ദുരുപദേശങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. സഭയിൽ കടന്നു വന്ന വിപരീത ഉപദേശങ്ങൾക്കെതിരെ ശക്തമായി പോര് പൗലോസ് നടത്തി. ഉറ്റുനോക്കാൻ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാതെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ പൗലോസ് ഒടുവിൽ എഴുതി വെച്ചത്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. പക്ഷെ അവിടെ കൊണ്ട് നിരാശപ്പെട്ടില്ല. തൊട്ടടുത്ത വാക്കെന്താ പറഞ്ഞേ? എങ്കിലും കർത്താവ് എനിക്ക് തുണ.
ഒരു ദൈവവേദന്റെ പ്രത്യാശ ഈ ഭൂമിയിൽ ഇടത്തും വലത്തും ആരും നിന്നില്ലേലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഇന്ന് വിശുദ്ധ പകലിൽ ഇങ്ങനെ പറയാം, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പ്രമാണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ ആര് കൂടെ ഇല്ലെങ്കിലും ഇന്ന് രാത്രി ഒരു പ്രോമിസ് തരാം, നാളെ ISI മാർക്കിട്ട് ഉറപ്പിച്ചു പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നതിന്റെ പേരിലാണ് ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിൽ, ഒരു കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, ഒരു പ്രതികൂലം അനുഭവിക്കുന്നെങ്കിൽ, ആരൊക്കെ ഈ ഭൂമിയിൽ കൈവിട്ടാലും, സ്വന്തം ഭാര്യ യോബിന്റെ നേരെ നോക്കി പറഞ്ഞു, എന്തിനാടോ ഇങ്ങനെ ഭക്തനായിരിക്കുന്ന, പോയി ചത്ത് കളയാൻ പറഞ്ഞപ്പോഴും നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ദൈവം നന്മ തന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഒരു കഷ്ടം വരുമ്പോൾ ദൈവത്തെ നോക്കി പെറുപെറുക്കരുത്, അതും സ്വീകരിക്കരുതോ എന്ന് പറഞ്ഞ ഭക്തന്റെ മനസ്സ് പ്രയാസത്തിലും താഴ്ചയിലും ഉയർച്ചയിലും ദൈവവചനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന ബോധ്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്നോ ദൈവം കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. ആരൊക്കെ കൈവിടട്ടെ. ഒരു കാര്യം ദൈവവചനപ്രകാരം, പാസ്റ്ററെ ദൈവവചനപ്രകാരം ഇത് തെറ്റാണ്, ഇത് വചനവിരുദ്ധമാണ്, ഇത് നമ്മൾ ചെയ്യുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ സഭ മുഴുവൻ തിരിഞ്ഞിട്ട് ആ പറഞ്ഞയാളെ മഹാഭാവിയാക്കുന്ന ചിത്രമാണ് ഇന്ന് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ തെറ്റാന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ പിന്നെ മഹാഭാവിയായി, അവൻ കൊള്ളരുതാത്തവനായി, അവൻ ഒറ്റപ്പെട്ടവനായി, അവനെ പിന്നെ വേണ്ട. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് എന്ന ബോധ്യം ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ആരൊക്കെ കൈവിട്ടെന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം ഒറ്റപ്പെട്ടവന്റെ കൂടെ നിൽക്കും. ഒരു ദൈവദാസൻ, ഒരു അനുഭവം പറയാം. ഒരു ദൈവദാസൻ ഒരു നാട്ടിൽ, ഒരു പാവപ്പെട്ട, വലിയ ഡിഗ്രി ഒന്നുമില്ല, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, TV-യിലും ഫ്ലെക്സിലൊന്നുമില്ല, പാവപ്പെട്ടവൻ വന്നൊരു വീട് വാടകയ്ക്കെടുത്ത് സഭ തുടങ്ങി, പ്രാർത്ഥിച്ചു. ദൈവം വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങി. അവിടെ ആത്മാക്കൾ വന്നു, അനേക വിശ്വാസികൾ വന്നു കയറി, വിശ്വാസികളൊക്കെ വന്നു, സഭയുടെ ലെവല് മാറി, അത്യാവശ്യം നല്ല നിലയിലായി. ഒത്തിരി ആളുകൾ വന്നുകൂടി ദൈവത്തെ ആരാധിക്കാൻ വന്നപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. അവിടെ നല്ല ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ജോലിക്കാരൊക്കെ നല്ല നല്ല ആളുകളൊക്കെ വന്നു. സഭ ഒന്ന് ഡെവലപ്പായി വന്നപ്പോൾ അവരെല്ലാം കൂടെ കമ്മിറ്റി രൂപീകരിച്ചിട്ട് പറഞ്ഞു, ഇത്രയും കാലമായില്ലേ നമുക്ക് ഈ പാസ്റ്റർ, പുള്ളിക്ക് വലിയ ജ്ഞാനമൊന്നും ഇല്ല, വലിയ ഡിഗ്രി ഒന്നുമില്ല, പുള്ളിക്ക് ഇംഗ്ലീഷ് ബൈബിളൊന്നും കൈകാര്യം ചെയ്യാനും അറിയത്തില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കൂടിയപ്പോൾ പറഞ്ഞു ഈ പാസ്റ്റർ വേണ്ട. അവസാനം പുള്ളിയോട് പറഞ്ഞു, ഇവിടുന്ന് മാറണം, ഞങ്ങൾക്ക് വേറെ പാസ്റ്ററെ ആക്കണമെന്ന് പറഞ്ഞു. നോക്കണം, ആ ദേശത്ത് വന്ന് അടി കൊണ്ടത് ആ പുള്ളിയാണ്, BJP-കാരുടെ തല്ലുകൊണ്ടത് ആ പുള്ളിയാണ്. എന്തെല്ലാം പ്രതികൂലം അനുഭവിച്ച്, കഴിക്കാൻ ആഹാരമില്ലാതിരുന്നിട്ട് ഉപവസിച്ച് 4 തവണ 40 ഇരുന്നു, ഉണങ്ങി പ്രാർത്ഥിച്ച് നേടിയ സഭയാണ്. ആമേൻ. പുള്ളി പറഞ്ഞു, ഓക്കെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. പുള്ളി ആ ആലയത്തിൽ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരു വട്ടം കൂടെ തിരിഞ്ഞു നോക്കിയിട്ട് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞിട്ട് പുള്ളി ആ ഗേറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട്, എന്നാലും എൻ്റെ കർത്താവേ, ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് എന്നെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞോ എന്ന് ചോദിക്കയിൽ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെടുക. എടാ, അവരെന്നെ എപ്പോഴേ പുറത്താക്കി, എന്നെ എപ്പോഴേ പുറത്താക്കി, ഞാനില്ലാത്തടത്ത് നിനക്ക് ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി സന്തോഷത്തോടെ സ്വോത്രം പാടിപ്പോയെന്ന്. ഇന്ന് അനേക സഭകളിൽ കമ്മിറ്റിയുണ്ട്, കർത്താവില്ല. ഉണ്ടെന്നാരും പ്രതീക്ഷിക്കണ്ട. അനേക സഭകളിൽ കർത്താവില്ല, കമ്മിറ്റിയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഇങ്ങനെ പറയാം, ദൈവവചനത്തിന് വേണ്ടി ഒറ്റയ്ക്കാണെങ്കിലും തൻ്റെ അടുത്തോടെ നിൽക്ക്. ഞാൻ ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടിയാണ് നിന്നത്, വചനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. വചനവിരുദ്ധമായ കാര്യത്തിന് ഞാൻ കൈയടിക്കില്ല. വക്രതയുള്ളവനോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു, ക്രമം കെട്ടവരോട് ഞാൻ അകന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നിടത്തോളം ഒറ്റയ്ക്കായിരുന്നാലും, കൂരിരുളിന്റെ താഴ്വര എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും എൻ്റെ തലമുറ അത് കണ്ടു പഠിക്കട്ടെ. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ വചനത്തിനു വേണ്ടി നിന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധി അവരനുഭവിക്കുന്നതെന്ന് എൻ്റെ തലമുറ കണ്ടുപഠിക്കട്ടെ. അവരും ദൈവവചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കട്ടെ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കണം, ഭയപ്പെടരുതെന്ന്. കൂരിരുളിന്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരും, ഭയപ്പെടരുത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം, സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം പറയാം, പഴയ നിയമത്തിലെ ഏതൊരു ഭക്തന്മാരുടെയും ജീവിതം നിങ്ങൾ എടുത്തു നോക്ക്. സകല ഭക്തന്മാരോടും ദൈവം സംസാരിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് സൂര്യൻ അസ്തമിച്ച ശേഷമാണ്, രാത്രിയുടെ യാമങ്ങളിൽ. ഒന്നുകൂടെ തെളിയിച്ചു പറഞ്ഞാൽ, യാക്കോബ് എവിടെയായിരുന്നു? യാബോക്ക് കടവിൽ തൻ്റെ ഭാര്യ
തനിക്കുള്ള നന്മ, കന്നുകാലികൾ, സമ്പത്ത്, ആ തനിക്കുള്ളതൊക്കെയും എന്നാണ് പദം. തനിക്കുള്ളതൊക്കെയും അക്കരെ നിർത്തി താൻ ഒറ്റയ്ക്ക് ശേഷിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുന്നത് ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് മല്ലു പിടിച്ചു. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ദൂതനുമായിട്ട് റെസ്ലിംഗ് നടത്തിയെന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. റെസ്ലിംഗ് ഒന്നുമല്ല. ഹോശയ പ്രവാചകൻ അതിൻ്റെ ഇണവാക്യം അപ്പുറത്ത് എഴുതി വെച്ചു. അവൻ കരഞ്ഞ് അവനെ തോൽപ്പിച്ചു. നമ്മുടെ നാട്ടിൽ മലയാളികൾ പറയുന്ന ഒരു പദമുണ്ട്, എടാ ആണുങ്ങൾ കരയരുതെന്ന്, അല്ലേ? നാട്ടിലെ അമ്മമാർ പറയും, എടാ നാണക്കേട്, ആണുങ്ങൾ കരയരുതെന്ന്. ഇവിടെ ആണൊരുത്തൻ ഒരു രാത്രി മുഴുവൻ കരഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. ആണൊരുത്തൻ ഒരു രാത്രി മുഴുവൻ എന്നെ കരഞ്ഞപ്പോൾ സ്വർഗത്തിന് കണ്ണു മറച്ചു പോകാൻ കഴിഞ്ഞില്ലെന്ന്. അതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നാലും കരച്ചിലിന്റെ മുമ്പിൽ, കണ്ണുനീരിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവന്റെ അടുത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ഈ രാവിലെ ഞാൻ ഇങ്ങനെ പറയാം, ഭയപ്പെടരുത്. രാത്രിയിലെ ഭയമരുത്, പകൽ വരുന്ന അസ്ത്രത്തെ ഭയക്കരുത്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഭയപ്പെടരുത്. അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. സ്തോത്രം. പല ആളുകൾ കഴിഞ്ഞ കാലങ്ങളായി പറഞ്ഞിട്ടുണ്ട് മണ്ടനാണെന്ന്. എന്നോട് പറഞ്ഞു, നിങ്ങൾ മണ്ടനാണ്, നിങ്ങൾക്ക് ചന്ത എറിഞ്ഞ് വ്യാപാരം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. പാസ്റ്റർമാർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് ചന്ത എറിഞ്ഞ് വ്യാപാരം ചെയ്യാൻ അറിയത്തില്ല. അതെന്താന്ന് ചോദിച്ചു പറഞ്ഞു, നമ്മൾ ഈ CSIയിലും മർത്തോമയിലൊക്കെ കൺവെൻഷന് വിളിച്ചാൽ നമ്മൾ അവിടെ സ്നാനം മിണ്ടരുത്. മനസ്സിലായോ? അവർ പിന്നെയും വിളിക്കും. പിന്നെ ഈ ബ്രദറുകാരുടെ അടുക്ക ചെന്നാൽ നമ്മൾ വലിയ ബഹളമൊന്നും ഇല്ലാതെ ശാന്തമായി വചനം അങ്ങോട്ട് കൊടുക്കണം. പിന്നെ പെന്തക്കോസുകാരുടെ ഇടയിൽ ചെന്നാൽ നമ്മൾ ഉണർവിൻ്റെ മെസ്സേജ് അങ്ങോട്ട് അടിച്ചു വിടണം, സ്പ്രിങ് നിർത്തണം. ഇങ്ങനെ തരം അനുസരിച്ച് വ്യാപാരം ചെയ്താൽ കുറേ കാലം കൂടെ നിൽക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ചന്തയിലല്ല, ദൈവസന്നിധിയിലാണ് കർത്താവിനെ പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? ആമേൻ. ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ പുലർത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, മതിയായവനാണ്. ഒറ്റയ്ക്ക് നിന്നാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. ഇന്ന് രാവിലെ ഞാൻ ഭയപ്പെടരുത്. 2 അപ്പോസ്തലപ്രവൃത്തി 18:9 വായിച്ചോ. ഇനി എന്ത് ഭയപ്പെടരുത്? രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. ദൈവം നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ആലോചന പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തമ്പുരാന്റെ മുഖത്ത് നോക്കിയും അത് പറയാൻ ഭയപ്പെടരുത്. ആമേൻ. ഏത് രാജാവിന്റെ മുഖത്ത് നോക്കിയും ദൈവം നിന്റെ അടുത്ത് ആലോചന തന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ഭയപ്പെടരുത്. നീ മിണ്ടാതിരിക്കരുത്. കാരണം എന്താ? ലൂക്കോസ് 12:4. ലൂക്കോസ് 12:4. കർത്താവ് പറയാ, എന്താ? ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. നീ പ്രസംഗിക്കാൻ ഭയപ്പെടണ്ട. എന്താ? നിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സകല ആളുകൾക്കും പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഈ ദേഹത്തെ നശിപ്പിക്കുക എന്നുള്ളതാ. അതിന്റെ അപ്പുറത്ത് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ ഭയപ്പെടരുത്. പഴയ നിയമത്തിൽ യെഹെസ്കേൽ പ്രവാചകനെ അയക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞേൽപ്പിക്കുന്നത്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ധൈര്യപ്പെടുത്തിയ ഒരു വാക്യമാണ്. 2-ാം അധ്യായം 1 മുതൽ വായിച്ചു നോക്കിയ യെഹെസ്കേൽ 2:1 മുതൽ. അവൻ എന്നോട്, മനുഷ്യപുത്ര നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, കേട്ടോ മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. അടുത്തത്,
മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യമുള്ളവരത്രേ. അവരുടെ അടുക്കലാണ് ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നെന്ന് നീ അവരോട് പറയണം. അടുത്തത്, കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗൃഹമല്ലോ. അടുത്ത വാക്ക്, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. ആ ജനത്തിന്റെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. ഈ വാക്ക് നിങ്ങൾ മനസ്സിലിട്ടോണേ. ജനത്തിന്റെ ഇടയിൽ ദൈവം അയച്ച ഒരു പ്രവാചകൻ ഉണ്ടെന്ന് ജനം അറിയണം. അതിനെന്ത് ചെയ്യണം എന്ന് നമുക്ക് പിന്നാലെ കാണാം. തൽക്കാലം ഇത് മനസ്സിലിട്ടോ, പ്രവാചകൻ ഉണ്ടെന്ന് അറിയണം. അടുത്തത്, നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. നീ മനുഷ്യരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും, കുത്തുന്ന മുള്ളും പറക്കാരെയും നിന്റെ അരികിൽ ഉണ്ടായിരുന്നാലും, തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് നീ പേടിക്കരുത്. ദൈവത്തിന്റെ അരുളപ്പാട് ഏത് തമ്പുരാന്റെ മുമ്പിൽ അറിയിക്കാനും ഭയപ്പെടരുത്. അടുത്തത്, അവർ മത്സരഗൃഹമല്ലോ. നീ അവരുടെ വാക്ക് പേടിക്കരുത്. പിന്നെയും പറയുന്നു, നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. ചില ഉപദേശങ്ങളൊക്കെ ദൈവസഭയിലോട്ട് പറയുമ്പോൾ ചില കമ്മിറ്റിക്കാരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കണ്ണുരുട്ടും. നീ കണ്ണുരുട്ടിയാ ഇവിടെ ഒരു ചുക്കും. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കരുത്. ഇതൊക്കെ എന്നെ ശുശ്രൂഷയിൽ ഇറക്കിയപ്പം ബലപ്പെടുത്തിയ വചനമാണ്. ചിലരൊക്കെ നിന്നെ എന്ത് ചെയ്യും? കണ്ണും തള്ളി നോക്കും. അതൊന്നും കണ്ട എന്ത് ചെയ്യരുത്, പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. അടുത്തത്, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയേണ്ടതിന് നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അപ്പോൾ ആരാ പ്രവാചകൻ? ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തോട് അറിയിക്കുന്നവനാണ് ദൈവവചന പ്രകാരം പ്രവാചകൻ. കണക്റ്റായോ? നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ. അടുത്തത്, നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക. നീ ആ മത്സരഗ്രഹം പോലെ മത്സരിക്കാനായിരിക്കരുത്. മതി. അവർ കേട്ടാലും അവർ കേൾക്കാഞ്ഞാലും അവരോട് വചനങ്ങളെ പ്രസ്താവിക്കാം. മതി 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 മതി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മളോട് പറയുന്നത് പൊട്ടനെ പോലെ കയറി നിന്ന് നമ്മൾ പറയുന്നു. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം ഇത് അനുസരിച്ചോണോ എന്ന് നിർബന്ധം പിടിച്ചിട്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പറഞ്ഞേക്കുക എന്നുള്ളതേ നമ്മുടെ ദൗത്യമുള്ളൂ. കേട്ടാലും കേട്ടില്ലേലും അവനവൻ ദൈവമായിട്ട് തീർത്തോണം. പക്ഷെ എനിക്കിത് അറിയത്തില്ലായിരുന്നു കർത്താവേ എന്ന് നാളെ ഒരുത്തനും പറയാനിടവരരുത്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വായിൻ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അപ്പൊ ഒന്ന്, രാത്രിയുടെ അനുഭവങ്ങളെ പേടിക്കരുത്. കൂരിരുളിന്റെ അനുഭവങ്ങളെ പേടിക്കരുത്. രണ്ട്, ദൈവത്തിന്റെ അരുളപ്പാട് പറയാൻ ഭയപ്പെടരുത്. മൂന്ന്, എബ്രായ ലേഖനം 2:15. എബ്രായർ 2:15 വേഗത്തിൽ. അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മരണഭയത്തിൽ നിന്ന് ദൈവം വിശുദ്ധന്മാരെ വിടുവിച്ചു. അതുകൊണ്ട് ഈ മരിക്കുമെന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത് ദൈവമക്കളെ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വിളിച്ചാൽ പോണം. വീട്ടിന്റെ മുറ്റത്ത് ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ തലയിൽ ഒരു തേങ്ങ വീണാലും എന്ത് ചെയ്യും? പോകും. ഇവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യമല്ലേ, സ്തോത്രം. അപ്പൊ ചിന്തിച്ചേ, നമ്മൾ ഈ ഹൈവേ കൂടെ 100, 110 എന്നും പറഞ്ഞ് അടിച്ചു വിട്ട് പോകുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടാണ്, ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണെന്നൊക്കെ തോന്നിയോണ്ടാണോ നമ്മൾ ജീവനോട്ടിരിക്കുന്നത്? ഓപ്പോസിറ്റ് വരുന്ന ഏതെങ്കിലും ഒരു പാണ്ടിയുടെയോ ഏതെങ്കിലും ബംഗാളിയുടെയോ ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് തുമ്മിപ്പോയാൽ മതി അല്ലേ? നമ്മുടെ കഴിവും ശ്രദ്ധയെല്ലാം അവിടെ തീർന്നു. ഒരുത്തൻ്റെ കണ്ണയിൽ ഒരു പ്രാണി ഒന്ന് കുത്തിയാലും മതി, ഒരു പൊടിക്കാറ്റ് അവൻ്റെ കണ്ണിലോട്ട് അടിച്ചാലും മതി അല്ലേ? തീർന്നു. ഇതൊന്നും സംഭവിക്കാതെ ഈ പട്ടണത്തിൽ ഇത്രയും വർഷം എന്നെ നിങ്ങളെയൊക്കെ ഇവിടെ എവിടെയും പരിപാലിച്ച ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മരണകരമായ ഒന്നിനെയും നോക്കി ദൈവ കുഞ്ഞുങ്ങൾ ഭയപ്പെടരുത്. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ അല്പം കടുപ്പിച്ച് ആഴത്തി പറഞ്ഞുതരാം. ദൈവം നമ്മളെ വിളിച്ചതിൻ്റെ പിന്നിൽ ഓരോ വ്യക്തിക്കും വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്.
പ്രവാചകൻ തലയെ കൈവച്ച് പറഞ്ഞ ദൂതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളോട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരെയും വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ പറയാം, മരണത്തിലൂടെ പോയേച്ച് തിരിച്ചെഴുന്നേറ്റ് വന്ന് നിൽക്കുക ഞാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇനിയും ചില കവലകളിൽ ഞാൻ നിൽക്കേണ്ടത് ദൈവത്തിന് ആവശ്യമുണ്ട്. അല്ലാതെ പിന്നെ എന്നെ കൊണ്ട് വേറെ എന്ത് പ്രയോജനമാണ് ദൈവത്തിനുള്ളത്? ഇനിയും 10 പേരോട് സുവിശേഷം പറയാൻ കർത്താവിനൊരു കയ്യിൽ ഒരു ആയുധമായിട്ട് ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. കുറച്ചുകൂടെയൊക്കെ പറഞ്ഞേച്ച് പോകാം എന്ന് വിചാരിച്ചായിരിക്കും നിർത്തിയേക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ 2 സർജറിയും 2 അനസ്തേഷ്യയും കഴിഞ്ഞിട്ട് ഈ ആകപ്പാട് 65-70 കിലോ ഉള്ള ഞാൻ പെൻസിൽ പോലെയായി വല്ലാത്തൊരവസ്ഥയിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന് വീണ്ടും വചനവുമായിട്ട് നിൽക്കുന്നെങ്കിൽ ഉദ്ദേശമുണ്ട് ദൈവത്തിന്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വാഗ്ദത്തങ്ങളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 27:24. പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? പൗലോസേ ഭയപ്പെടരുത്. ദൂതൻ പൗലോസിനോട് വന്നിട്ട് പറഞ്ഞു, ഈ കപ്പൽ ഛേദത്തിലെ പ്രതിസന്ധികളൊന്നും കണ്ട് നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. കാരണം ഈ കപ്പൽ യാത്രയുടെ പ്രതികൂലം നിന്നെയും നിന്റെ കൂടെ ഉള്ളവരെയും തീർക്കത്തില്ല. നിന്നെ കുറിച്ചൊരു വാഗ്ദത്തം ഉണ്ട്. നീ എവിടെ നിൽക്കണം? കൈസരുടെ മുമ്പിൽ നിൽക്കണം. അത് സംഭവിക്കാതെ നീ ഈ ലോകത്ത് നിന്ന് പോകത്തില്ല. ഒരു ഇണവാക്യം കൂടെ തരാം. ലൂക്കോസ് 2-ാം അധ്യായം 25-26. യെരുശലേമിൽ ശിമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. അടുത്തത് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അടുത്തത് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. ചത്തോന്ന് എന്നെ പ്രായമായില്ലയോ? പ്രായമായി പിന്നെ എന്നാ ചാകാത്ത? പറ, എന്നാ ചാകാത്ത? എന്നാ പ്രായമാകത്തോണ്ടാണോ ചാവാത്ത പുള്ളി? അല്ല പിന്നെന്താ? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരിക്കത്തില്ലെന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറയാം, ദൈവം നിന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് വിളിച്ചതിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു കാര്യം ചെയ്യിക്കാനുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ നാട്ടുഭാഷയിൽ ഇങ്ങനെ പറയാം, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാതെ നിന്റെ തലയെ കൂടെ ലോറിയേറിയാലും നീ ചാകത്തില്ലെന്ന ദൈവവചനത്തിൻ്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ വിളിച്ചു പറയാനിടയാണ്. സ്തോത്രം. ഉറപ്പിച്ചോണം. എന്തെല്ലാം പ്രതിസന്ധികൾ വരട്ടെ, എന്നോട് ദൈവം ഇടപെട്ട വാഗ്ദത്തം, എന്നെ വിളിച്ചതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം, അത് നിവർത്തിക്കാതെ എൻ്റെ തലയെ കൂടെ പാണ്ടിലോറ് കയറിയാലും ഞാൻ ചാകത്തിലിട എന്നുള്ള ധൈര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഭരിക്കണം. പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ കയ്യിലെടുത്തേച്ച് ആര് മരിച്ചേ? ശിമോൻ മരിച്ചേ. പുസ്തകം പഠിക്കണം. അത് സംഭവിക്കാതെ മരണം കാണുകയില്ലെന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ വാഗ്ദത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടരുത്.